കല്യാണത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയവരെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ലെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്കിക്കോ. എനിക്ക് പല കാര്യങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത് എന്റെ കല്യാണത്തിന് ശേഷമാണ്. പിന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട ഒരു സാധനം അല്ലെങ്കിലും നമ്മൾ ഈ ഇഷ്ടത്തിന്റെയും കമ്മിറ്റ്മെന്റ്സിന്റെയും പേരില്, അതും അല്ലെങ്കിൽ നിവർത്തികേടിന്റെ പേരില് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടി വരാറില്ലേ? അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്കും. കുഞ്ഞീതായിരുന്നപ്പോഴാണെങ്കിൽ ഒരു മഴ പോലും കൊണ്ടിട്ടില്ല. ഇത്തിരി വെയിൽ വന്ന ഉടനെ കളി മതിയാക്കി കേറുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വലുതായപ്പാണെങ്കിലോ മുടി വെട്ടാൻ പാടില്ല, മൂക്ക് കുത്താൻ പാടില്ല, പുരികൊന്നും ത്രെഡ് ചെയ്യണ കാര്യമൊന്നും പറയേ വേണ്ട. അതിലും എളുപ്പമാണ് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കാൻ. കരുതലിന്റെയും സംരക്ഷണത്തിന്റെ ഒക്കെ പേരിൽ നമ്മൾ കുട്ടികളോട് നിസാര കാര്യങ്ങൾക്ക് പോലും പറയണ നോകളില്ലേ? വലുതായാലും ചിലപ്പോ അവരുടെ മനസ്സിൽ നിന്നൊന്നും പോവില്ലാന്നേ. എന്റെ മനസ്സിൽ നിന്ന് എന്തായാലും പോയിട്ടില്ല. അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണ സമയത്താണ് എന്റെ കല്യാണം കഴിയണം. ഞാൻ ആദ്യമായിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയതും എനിക്കിഷ്ടമുള്ള ഉടുപ്പുകൾ ഇടാൻ തുടങ്ങിയതും എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വയം തീരുമാനിക്കാൻ തുടങ്ങിയതൊക്കെ അതിനുശേഷമാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള എല്ലാം ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. തമാശക്കാണെങ്കിലും കാര്യത്തിനാണെങ്കിലും എന്റെ ഗാന്ധിജി അഖിലാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഗാന്ധിജിമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾ എന്തായാലും സർവ്വമായ കാണട്ടെ ട്ടാ.